വെൽക്കം ബാക്ക് ടു എജ്യൂബ്രിഡ്സ് ലേണിംഗ്. ഒരുപാട് സ്റ്റുഡൻസ് കാത്തിരുന്ന് NIT തിരുച്ചിറപ്പള്ളി അതല്ലെങ്കിൽ NIT ട്രിച്ചി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആപ്ലിക്കേഷൻ ബ്രോഷർ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഡേറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്മിഷൻ ബ്രോഷറിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാനുള്ളത്, എജ്യൂബ്രിഡ്സ് ലേണിങ്ങിൻ്റെ NCET CUET 2027 ബാച്ചസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഉള്ള ആരെങ്കിലും CUET NCETയിലേക്ക് അടുത്ത വർഷം അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്യാം. നല്ല ക്വാളിറ്റി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എജ്യൂബ്രിഡ്സ് ലേണിംഗ്. ഇനി നമുക്ക് NIT ട്രിച്ചിയുടെ അഡ്മിഷൻ ബ്രോഷർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി നോക്കാം. അപ്പോൾ NIT ട്രിച്ചി പ്രൊവൈഡ് ചെയ്യുന്നത് ITP കോഴ്സാണ്. നമുക്കറിയാം 4 ഇയർ BSc B.Ed സെക്കൻഡറി സ്റ്റേജ് ആണ് NIT ട്രിച്ചിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡുവൽ മേജർ പ്രോഗ്രാം ആണ്. അതിൽ ഫസ്റ്റ് മേജർ എഡ്യൂക്കേഷൻ ആണ്, സെക്കൻഡ് മേജർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. അപ്പോൾ 1 മേജർ എഡ്യൂക്കേഷൻ ആയിരിക്കും, സെക്കൻഡ് മേജർ ഓരോ സ്റ്റുഡൻറ്റിനും PCM ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കംപ്ലീറ്റ്ലി NCETയുടെ സ്കോർ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ വരുന്നത്. അതുപോലെ ഓരോ സ്റ്റുഡൻറ്റും അപ്ലൈ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻറ്റും NCETയിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഈ 5 പേപ്പേഴ്സിൽ 3 പേപ്പർ അറ്റൻഡ് ചെയ്യൽ കമ്പൾസറി ആണ്. അതിൽ ബയോളജിയിലാണെങ്കിൽ ബയോളജിക്കൽ സ്റ്റഡീസ്, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി അതിലേതെങ്കിലും പേപ്പർ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഈ 5 മേജർ പേപ്പേഴ്സിൽ 3 പേപ്പർ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യൽ, ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവൽ കമ്പൾസറി ആണ്. അഡ്മിഷൻ പ്യുവർലി ബേസ്ഡ് NCET സ്കോർ ആയിരിക്കും. NCETയിൽ 7 സബ്ജക്ട്സ് നമുക്കറിയാം, ലാംഗ്വേജ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ടെസ്റ്റ്, അതുപോലെ 3 ഡൊമൈൻസ്, അങ്ങനെ 7 സബ്ജക്റ്റ് ആണ് ഓരോ സ്റ്റുഡൻറ്റും NCETയിൽ അറ്റൻഡ് ചെയ്യാറുള്ളത്. ഈ 7 സബ്ജക്റ്റും കമ്പൾസറി ആയിട്ട് അറ്റൻഡ് ചെയ്തൊരു സ്റ്റുഡൻറ്റിന് മാത്രമേ NIT ട്രിച്ചിയിലോട്ട് അഡ്മിഷൻ നോക്കാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ്ലി ഈ 7 സബ്ജക്റ്റുകളുടെ മാർക്കുകളുടെ സമ്മിൽ ഹയസ്റ്റ് സ്കോർ ആ ഒരു ബേസിലായിരിക്കും ഇവർ അഡ്മിഷൻ തരുന്നത്. അതുപോലെ ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് അപ്ലിക്കേഷൻ ഫീ ഒരു പേപ്പറിന് വരുന്നത് 500 rupees ആണ്. അപ്പോൾ സപ്പോസ് ഒരു സ്റ്റുഡൻറ്റിന് ഫിസിക്സിനും അപ്ലൈ ചെയ്യണം, കെമിസ്ട്രിക്കും അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ചെയ്യേണ്ടത് ആ 2 ഡിസിപ്ലിനും, ഫിസിക്സിന് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ കൊടുക്കണം, അത് കഴിഞ്ഞ് കെമിസ്ട്രിക്കും സെപ്പറേറ്റ് അപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ആ 2 പേപ്പറും കൂടെ അപ്ലൈ ചെയ്യുന്നൊരു കുട്ടി, 2 കോഴ്സിലേക്കും കൂടെ അപ്ലൈ ചെയ്യുന്നൊരു കുട്ടി എന്ത് ചെയ്യണം, 500 + 500 1000 rupees ആയിരിക്കും 2 ഡിസിപ്ലിന് അപ്ലൈ ചെയ്യുന്നൊരു കുട്ടി പേ ചെയ്യേണ്ടത്. ഒരു പേപ്പർ മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 500 rupees പെർ ഡിസിപ്ലിൻ ആണ് ഫീസ് വരുന്നത്. അതുപോലെ റെഗുലർ ആയിട്ട് NIT ട്രിച്ചി അല്ലെങ്കിൽ NIT തിരുച്ചിറപ്പള്ളിയുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഡെയിലി ചെക്ക് ചെയ്യണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഡെയിലി അവർ അപ്ഡേറ്റ് ചെയ്യുന്നത് അവരുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ വഴി മാത്രമായിരിക്കും. ടോട്ടല് 50 സീറ്റുകളാണ് ഈ 3 ഡിസിപ്ലിനും കൂടി ആയിട്ട് NIT ട്രിച്ചി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ മൂന്നിനൂടെ ടോട്ടൽ 50 സീറ്റ്സ് ആണുള്ളത്. അത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നോക്കാം. ജൂലൈ 2-നാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് 20 ജൂലൈ ആണ്. 20 ജൂലൈ വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട്. അതുപോലെ ഫസ്റ്റ് അഡ്മിഷൻ ലിസ്റ്റ് റിലീസ് ചെയ്യുന്നത് 29 ജൂലൈക്കാണ്. അതുപോലെ അത് ബേസ് ചെയ്ത് ബാക്കിയുള്ള ഡേറ്റുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാണ് ഫീ അടക്കേണ്ടത്, ഫസ്റ്റ് ലിസ്റ്റിൽ പേരുള്ള സ്റ്റുഡൻസ് എന്നാണ് ഫീ പേ ചെയ്യേണ്ടത്, സെക്കൻഡ് ലിസ്റ്റ് എന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഡേറ്റുകളും കറക്റ്റായിട്ട് അഡ്മിഷൻ ബ്രോഷറിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ വെബ്സൈറ്റ് അഡ്മിഷൻ ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് NIT തിരുച്ചിറപ്പള്ളിനെ കുറിച്ചും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചൊക്കെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് എങ്ങനെയാണ് സീറ്റുകൾ നോക്കാം. സീറ്റുകൾ ഈ ബോക്സിലുള്ളതാണ് ഇവരുടെ സീറ്റ് മെട്രിക്സ് വരുന്നത്. നമുക്കറിയാം BSc B.Ed സെക്കൻഡറി പ്രോഗ്രാം ആണ്. ഇതിൽ നമ്മൾ പറഞ്ഞു 3 ഡിസിപ്ലിൻസ് ആണുള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അങ്ങനെ 3 ഡിസിപ്ലിൻസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ സീറ്റ് മെട്രിക്സ് വരുന്നത് ഹോം സ്റ്റേറ്റിലുള്ളവർക്കും അതർ സ്റ്റേറ്റിലുള്ളവർക്കും സെപ്പറേറ്റ് ആണ് വരുന്നത്. അതായത് ഫിസിക്സിൽ അവിടെ ടോട്ടലുള്ള സീറ്റുകൾ 16 സീറ്റുകളാണ് ഫിസിക്സിന് ടോട്ടൽ NIT ട്രിച്ചിയിലുള്ളത്. അതിൽ 8 സീറ്റുകൾ തമിഴ്നാട് സെയിം സ്റ്റേറ്റിലുള്ള തമിഴ്നാടുള്ള സ്റ്റുഡൻസിനായിരിക്കും. ബാക്കിയുള്ള 8 സീറ്റുകളാണ് നമുക്ക്, അതായത് ഔട്ട്സൈഡ് തമിഴ്നാടുള്ള സ്റ്റുഡൻസിന് വരുന്നത് 8 സീറ്റുകളാണ്. സെയിം കെമിസ്ട്രിക്കാണെങ്കിലും മാത്സിനാണെങ്കിലും 8 സീറ്റുകളാണ് വരുന്നത്. മാത്സിനാണെങ്കിൽ 9 സീറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻറ്റിന് മാത്സിന് 9 സീറ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം, ഫിസിക്സിനും കെമിസ്ട്രിക്കും 8 സീറ്റുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്യാം. എലിജിബിലിറ്റി ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു, ഒന്നുകൂടി എലിജിബിലിറ്റി പറയുകയാണ്. എലിജിബിലിറ്റി NCET സ്കോർ എന്തായിരിക്കണം? ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ടെസ്റ്റ്, അതുപോലെ നമ്മുടെ മേജർ ആയിട്ടുള്ള 5 ഡൊമൈൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇതിൽ 3 ഡൊമൈൻസ് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്, അതൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. PCM ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ 3 സബ്ജക്റ്റ് +2 പഠിച്ചൊരു സ്റ്റുഡൻറ്റിന് മാത്രമേ NIT ട്രിച്ചിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും, മാത്സ് പഠിച്ചിട്ടില്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് NIT ട്രിച്ചിയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കൂല. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റ് പഠിക്കൽ നിർബന്ധമാണ്. അതുപോലെ വേറെ ഏതെങ്കിലും ഒരു 2 സബ്ജക്റ്റും, മെജോറിറ്റി നമ്മളെല്ലാവരും ഒന്നുകിൽ ബയോളജി പഠിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടാവും, പിന്നെ നമ്മുടെ ലാംഗ്വേജസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ 3 സബ്ജക്റ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ അതിന് കൂടെ +2 ഏതെങ്കിലും 2 സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മിനിമം മാർക്സ് വേണ്ടത് ജനറൽ കാറ്റഗറി OBC NCL ഉള്ളവർക്കാണെങ്കിൽ 50% ആണ് മാർക്ക് വേണ്ടത്. +2 ഈ ഞാൻ പറഞ്ഞു ഇത്രയും സബ്ജക്ട്സ് പഠിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 50% മിനിമം മാർക്ക് ഉള്ളവർക്കെല്ലാം എന്തിന് അപ്ലൈ ചെയ്യാം? NIT ട്രിച്ചിയിലോട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ സർട്ടിഫിക്കറ്റുകളുടെ കാര്യം ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ OBC NCL ആണെങ്കിൽ SC ST ആണെങ്കിൽ ഒക്കെ നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക. അതും സെൻട്രൽ പർപ്പസ് ഉള്ളത് നിർബന്ധമാണ്. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്ന ഒരു NCL ആണെങ്കിൽ വില്ലേജ് ഓഫീസറുടേതല്ല, താലൂക്ക് ഓഫീസറിലുള്ള തഹസിൽദാർ അപ്രൂവ് ചെയ്തിട്ടുള്ള സെൻട്രൽ പർപ്പസ് ഉള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അഡ്മിഷൻ പ്രൊസീജിയർ വരുന്നത് നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, അവരുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ വഴി നമ്മൾ അപ്ലൈ ചെയ്യും. പിന്നെ 3 റൗണ്ട് കൗൺസിലിംഗ് ആണ് പോസിബിളി ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അതായത് ഫസ്റ്റ് അവർ നേരത്തെ ഷീറ്റിൽ ഡേറ്റ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് അവരെന്ത് ചെയ്യും? ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൽ പേരുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുക? 10,000 റുപ്പീസ് ഇവിടെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 10,000 റുപ്പീസ് ആണ് ജനറൽ ആൻഡ് OBC NCL കാറ്റഗറി, അതുപോലെ EWS കാറ്റഗറി. ഈ കാറ്റഗറിയിലുള്ളവർക്ക് 10,000 റുപ്പീസ് ആണ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ വരുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഉള്ള പേരുള്ള സ്റ്റുഡൻസ് എല്ലാവരും 10,000 റുപ്പീസ്, ഇനി SC ST ആണെങ്കിൽ 5,000 ആണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് പേ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക. അങ്ങനെ അഡ്മിഷൻ ഉറപ്പ് വരുത്താത്തവർക്ക് പിന്നെയുള്ള ഇതിലൊന്നും ചാൻസ് ഉണ്ടാവില്ല. പിന്നീട് ഒരു ചാൻസ് അവർ കൊടുക്കുന്നതല്ല. അത് കഴിഞ്ഞ് സെക്കൻഡ് അഡ്മിഷൻ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം സീറ്റ്സ് റിമൈൻ ആണെങ്കിൽ മാത്രം, വാക്കൻ്റ് ആയിട്ടുള്ള സീറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് അഡ്മിഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുള്ളൂ. അതുപോലെ തേർഡ് അഡ്മിഷൻ ലിസ്റ്റ് ഈ 2 അലോട്ട്മെൻറ്റ്സിന് ശേഷം സീറ്റ് ബാക്കി വരുന്നുണ്ടെങ്കിൽ മാത്രമേ തേർഡ് അഡ്മിഷൻ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുള്ളൂ. അതുപോലെ വിത്ഡ്രോവൽ ആൻഡ് റീഫണ്ട് പോളിസി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റിന്, സെക്കൻഡ് റൗണ്ട് ഓഫ് കൗൺസിലിങ്ങിന് മുമ്പ്, സെക്കൻഡ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നമ്മുടെ അഡ്മിഷൻ, നമ്മൾ ഓൾറെഡി അവിടെ അഡ്മിഷൻ എടുത്തു, അതിനുശേഷം നമ്മൾ അഡ്മിഷൻ പിൻവലിക്കുകയാണ്, വിത്ഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ വിത്ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഓഫ് കൗൺസിലിങ്ങിന് മുന്നേ വിത്ഡ്രോ ചെയ്താൽ മാത്രം, അങ്ങനെയുള്ള കേസിൽ മാത്രം നമ്മൾ ഓൾറെഡി പറഞ്ഞു 10,000 റുപ്പീസ് പേ ചെയ്തിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അതിൽ 1,000 റുപ്പീസ് മൈനസ് ചെയ്ത് ബാക്കിയുള്ള പൈസ കംപ്ലീറ്റ്ലി നമുക്ക് റീഫണ്ട് ആവും. ഇനി ഈ സെക്കൻഡ് റൗണ്ട് ഓഫ് കൗൺസിലിങ്ങിന് ശേഷമാണെങ്കിൽ അങ്ങനെ ഒരു എമൗണ്ടും നമുക്ക് തിരിച്ച് കിട്ടൂല.
അതുപോലെ ഫൈനൽ അഡ്മിഷന് ശേഷം നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അറിയിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കൊണ്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അഡ്മിഷൻ എടുത്താൽ പിന്നെ നമ്മളെല്ലാ അവർ പറയുന്ന എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ആയിട്ട് ക്യാമ്പസിൽ പോയി ഫിസിക്കൽ വെരിഫിക്കേഷന് നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യണം. പിന്നെ അവർ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. റെഗുലർ ആയിട്ട് നമ്മൾ സൈറ്റിലെ അപ്ഡേറ്റ്സ് നോക്കണം. അതുപോലെ നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ടോ അതുപോലെ ഇൻവാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടോ ആണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ആപ്ലിക്കേഷൻ വാലിഡ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യൂല. അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ അഡ്മിഷൻ ബ്രോഷർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇത് വായിച്ച് നോക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. അതുപോലെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇവർ ഇതിൽ സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കംപ്ലീറ്റ് NIT ട്രിച്ചിയുടെ ഫീസ് സ്ട്രക്ചർ എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്ത ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു NIT ട്രിച്ചിയുടേത്. NIT ട്രിച്ചി അല്ലെങ്കിൽ NIT തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് രണ്ടും. അപ്പോൾ ഈ NIT ട്രിച്ചിയുടേത് ഒരുപാട് സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ NCET എഴുതിയിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുക, ഇതിന് അപ്ലൈ ചെയ്യുക. ആരും അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത്. ഒരു അത്യാവശ്യം നല്ലൊരു NIT ആണ്. NITകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് NIT ആണ് NIT ട്രിച്ചി. അപ്പോൾ ആരും ആപ്ലിക്കേഷൻ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ NCET CUET 2027 ബ്ലിറ്റ്സ് ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും CUET NCETക്ക് അടുത്ത വർഷത്തോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ദ ബെസ്റ്റ് ഓപ്ഷനാണ് എജുബ്ലിറ്റ്സ് ലേണിംഗ്.